എപ്പോഴാണ് മനുഷ്യൻ സിഗരറ്റ് വലിക്കുന്നത്? 5 വയസ്സിന് താഴെയുള്ള കുട്ടിയുടെ മനസ്സിലേക്ക് എന്താണോ പറഞ്ഞു കൊടുക്കുന്നത് അതാണ് കുട്ടിയുടെ ശീലം. സ്ട്രെസ് വരുമ്പോൾ സിഗരറ്റ് വലിക്കണമെന്ന് സാറിപ്പോൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, നിങ്ങൾ 5 വയസ്സുള്ള കുട്ടി ഇത് കേട്ടിട്ടുണ്ട് എങ്കിൽ, കുട്ടിക്ക് പരീക്ഷയിൽ തോറ്റിട്ട് സ്ട്രെസ് വരുമ്പോൾ അച്ഛൻ പണ്ട് പറഞ്ഞല്ലോ സിഗരറ്റ് വലിക്കുമ്പോൾ സ്ട്രെസ് കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വേണ്ടാത്ത ബോധം കുട്ടികളിലേക്ക് കൊണ്ടുവരും. എന്തായാലും സ്ട്രെസ് വരുമ്പോൾ സിഗരറ്റ് വലിക്കുന്നുണ്ട്, ടെൻഷൻ വരുമ്പോൾ വലിക്കുന്നുണ്ട്. ഉച്ചക്ക് ഭക്ഷണം കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോൾ, പിന്നെ എപ്പോഴാണ് ടോയ്ലറ്റിൽ പോയി വെറുതെ ഇരിക്കുമ്പോൾ, എല്ലാ ഉത്തരവും അതിലുണ്ട്. മനുഷ്യൻ ലഹരിയിലേക്ക് പോകുന്നത്, സിഗരറ്റ് ഒരു ലഹരിയാണെങ്കിൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് വെറുതെ ഇരിക്കുമ്പോഴാണ്, സ്ട്രെസ് വന്നിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ്, കക്കൂസ് പോയിട്ട് വെറുതെ ഇരിക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ലഹരി കടന്നു വരുന്നത് എപ്പോഴാണ്? വെറുതെ ഇരിക്കുമ്പോൾ. ഇപ്പൊ ലഹരിക്കെതിരെ മൊബൈൽ ഫോൺ എപ്പോഴാണ് നിങ്ങൾ തോണ്ടിക്കളിക്കുന്നത്? വെറുതെ ഇരിക്കുമ്പോൾ. എപ്പോഴാണ് കള്ളു കുടിക്കുന്നത്? വെറുതെ ഇരിക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൊബൈൽ ഫോണിനെതിരെയാണോ ക്ലാസ് എടുക്കേണ്ടത്? കള്ളിനെതിരെയാണോ ക്ലാസ് എടുക്കേണ്ടത്? സിഗരറ്റിനെതിരെയാണോ ക്ലാസ് എടുക്കേണ്ടത്? അല്ല, വെറുതെ ഇരിക്കലിനെതിരെയാണ് ക്ലാസ് എടുക്കേണ്ടത്. കുട്ടികളെ വെറുതെ ഇരിപ്പിക്കാൻ ഒരു കാരണവശാലും നിങ്ങൾ തയ്യാറാണ്. കുട്ടികളെ സ്പോർട്സിലേക്ക്, കലാപ്രവർത്തനങ്ങളിലേക്ക്, ചിത്രകലയിലേക്ക്, അങ്ങനെ സകല മേഖലയിലേക്കും വഴിതിരിച്ചു വിടുമ്പോൾ കുട്ടിയുടെ ഏതെങ്കിലും ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു സംഗതിയിലേക്ക് കുട്ടി എത്തപ്പെടും. അങ്ങനെ കുട്ടി സിഗരറ്റിൽ നിന്ന്, കഞ്ചാവിൽ നിന്ന്, MDMA-യിൽ നിന്ന് മാറി ഈ സ്പോർട്സിലേക്ക്, കലയിലേക്ക് മാറുമ്പോഴാണ് കുട്ടിയാവുന്നത്.